Hello guys, this is me Gayatri. This is my second vlog, I guess. ഫസ്റ്റ് വ്ളോഗ് ഇട്ടു, അത് കഴിഞ്ഞ് കണ്ടിന്യൂസ്ലി ഇടണം, കോണ്ടൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ കാരണം, എക്സ്പെഷ്യലി മടി, പിന്നെ എന്തിടും എങ്ങനെ ഇടും എന്നൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്കങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. ബട്ട് ഇപ്പോൾ എനിക്കൊരു കണ്ടന്റ് കിട്ടിയിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ. സോ മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. കോണ്ടന്റ് വാസ് ഞാൻ പഞ്ചാബിലേക്ക് പോവാണ് ഗൈസ്. അതെ, ഞാൻ പഞ്ചാബിലേക്ക് പോവാണ്, അതും ഒറ്റയ്ക്ക്. നിങ്ങൾ ആലോചിക്കണം, ഞാനൊരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരു പേഴ്സണാണ്. ഐ ഹാവ് സോഷ്യൽ ആങ്സൈറ്റി, ഐ ഹാവ് ലോട്ട്സ് ഓഫ് ട്രോമാസ് ആൻഡ് എക്സെട്ര 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 കുറച്ച് കാര്യങ്ങളുള്ള ആളാണ്. ദെൻ ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും പുറത്ത് പോകത്തില്ല, എന്തിനൊരു ചാടിക്കാൻ പോലും ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല. എൻ്റെ കൂടെ ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകത്തില്ല. കാരണം എനിക്ക് ഹൗ ടു ഫേസ് ലൈക്ക് അതർ പീപ്പിൾസ്. എനിക്കറിയാത്തവരെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും. ഇപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ ലൈക്ക് ആൾക്കാരെങ്ങനെ നോക്കും എന്നെ. കടയിൽ ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ ആൾക്കാരെ നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അൺകംഫർട്ടബിൾ ആവും. അവിടെ ചെന്ന് ഞാൻ ഓർഡർ ചെയ്യാൻ എനിക്കെന്തോ ഭയങ്കര മടിയാണ്. അങ്ങനെ ഞാൻ ഫുഡ് ചെയ്യാൻ പോകാറില്ല. ഒരു സിനിമ കാണാൻ ഞാൻ ഇതിൽ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. ആൻഡ് in the end of 2025 and beginning of 2026 I decided എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യണം. കാരണം ഡിപ്പെൻഡൻസി ലൈഫിലൊട്ടും നല്ലതല്ല. കുറേ അധികം കാര്യങ്ങൾക്കെന്ന് എനിക്ക് മനസ്സിലായ ഒരു വർഷമായിരുന്നു 2025 and 2026 ആദ്യം തന്നെ. സോ ഞാൻ എൻ്റെ ഒരു 30 days ചലഞ്ചിൻ്റെ ഒരു ഇടയ്ക്ക് ഞാൻ എടുത്ത തീരുമാനമാണ് എനിക്ക് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകണം, ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് സിമ്പിളായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ലൈക്ക് ആസ് എ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളൊരു പേഴ്സൺ മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു. സോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ടെഡെക്സിൻ്റെ സ്പീക്കറായിട്ട് എനിക്ക് ഇൻവിറ്റേഷൻ വരുന്നത്. അത് അമൃത്സറിൽ നിന്ന്. ആദ്യം പോകണ്ടെന്നൊക്കെ വിചാരിച്ചു, വീട്ടിൽ പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ടെഡ് ടോക്സ് കേൾക്കുന്നല്ലാതെ എനിക്കതിനെപ്പറ്റി ഒരു അറിവുമില്ല. ഞാനിങ്ങനെ ലൈക്ക് എനിക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റേജ് ഒറ്റയ്ക്ക് ലൈക്ക് എൻ്റെ ആ മിസ് സൗത്ത് ഇന്ത്യ സ്റ്റേജിലാണ് ഞാൻ ആദ്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഇതുവരെ ഞാനങ്ങനെ ബാധോര സംസാരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. സോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എത്രത്തോളം ഒരു സ്പീക്കറിന് നല്ലതാണ് എന്ന് എനിക്കറിയില്ല. ദിസ് മൈ ഫസ്റ്റ് ടൈം ആസ് എ സ്പീക്കർ, അതും ടെഡെക്സിൽ. ആസ് സോ എക്സൈറ്റഡ്. എനിക്കറിയില്ല ഞാൻ ഇപ്പോഴും അവിടെ ചെന്ന് എന്ന് പറഞ്ഞാൽ വലിയ രീതിക്ക് പ്രിപ്പയർഡൊന്നുമില്ല. സോ ഐ ഡിസൈഡ് വാസ് ലൈക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ. ഞാൻ എൻ്റെ സ്റ്റോറിയാണ് എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറി ഇട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സോ ഞാനത് പോയി പറയാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ ദിസ് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഐ ഗസ് കൊച്ചി ടു ബാംഗ്ലൂർ ടു അമൃത്സറാണ് ഫ്ലൈറ്റ്. അപ്പോൾ ത്രൂ ഔട്ട് ദിസ്, ഇത് ഒറ്റ വ്ളോഗിൽ തീർക്കാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞോളാം. ബട്ട് ത്രൂ ഔട്ട് ദിസ് ഐ തിങ്ക് ടു ഷെയർ മൈ തിങ്സ്, കൈൻഡ് ഓഫ് ജേർണി എക്സ്പീരിയൻസ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാനങ്ങനെ ലൈക്ക് എന്താ പറയുക, പബ്ലിക്ലി ഞാൻ വ്ളോഗൊന്നും എടുക്കൂല. പക്ഷെ ഞാൻ ശ്രമിക്കും, എൻ്റെ മാക്സിമം ശ്രമിക്കും. ഈ ഒരു യാത്ര കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കുറേ ലൈക്ക് എൻ്റെ മെൻ്റലി ഉള്ള കുറച്ച് ലിമിറ്റേഷൻസ് മാറും, അല്ലെങ്കിൽ എൻ്റെ കുറച്ച്. അങ്ങനെ ഞാൻ പാക്കിങ് തുടങ്ങിയിരിക്കുന്നു. ഇപ്പം തന്നെ 9 മണി എന്തോ ആയി. എനിക്ക് 3 മണിയാകുമ്പോൾ പോകണം. ഇടയ്ക്ക് കഴിക്കണം, കുളിക്കണം, ഉറങ്ങണം, എന്താണ്ടൊക്കെ. നെയിൽ പോളിഷ് ഒന്നും ഇട്ടിട്ടില്ല, എല്ലാം ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. പാക്ക് ചെയ്യുമ്പോൾ 1 ബ്ലാക്ക്, 2 ബ്ലാക്ക്, 3 ബ്ലാക്ക്, 4 ബ്ലാക്ക്. പിന്നെ അവിടെ ഒരു സാരി ഉണ്ട് ബ്ലാക്ക്. അവിടെ ചെല്ലുമ്പോൾ അവരെന്നെ വേറെ വല്ല പറയുന്നത് എനിക്കറിയില്ല. ഫുള്ള് ബ്ലാക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അവന് ഫുള്ള് ബ്ലാക്ക് ഉള്ളു. എന്നിട്ട് പുതിയൊരു ബ്ലാക്ക് ഷർട്ട് എടുത്തു. ആ ഫ്രണ്ട് അജി ഇത് കാണുന്നതുകൊണ്ട് എനിക്ക് അജിനോട്, നീ ആർക്കിട്ട് സൊന്നേ അത്? എൻ്റെ അവസ്ഥയോടെ നോക്കൂ, അതിലും പരിതാപകരമാണ്. ബ്ലാക്ക് എടുത്തു. ഇനി ബ്ലാക്ക് എടുക്കല്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ബ്ലാക്ക് കാണുമ്പോൾ എനിക്കൊരു ബ്ലാക്ക്
എന്ത് ചെയ്യണം? സോ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് പോകുന്ന വഴിയൊക്കെ പറ്റുവാണെങ്കിൽ വീഡിയോസൊക്കെ എടുത്തിട്ട് ലൈക്ക് എൻ്റെ ജേണി മാക്സിമം ഞാനത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ആൻഡ് എക്സ്പീരിയൻസ് ബാക്കിയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന പോലെ എൻ്റെ എക്സ്പീരിയൻസ് മാക്സിമം ഷെയർ ചെയ്യാം. ആൻഡ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളൊരു കുറച്ച് പേര് എൻ്റെ അടുത്ത് ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി അവരെന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുമായിരുന്നു. ആൻഡ് എന്താ പറയുക, ഇതുപോലെ വരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ സ്പീക്കറായിട്ട് പോയിട്ടില്ല. സോ എന്താ പറയുക, എനിക്ക് അങ്ങനെ വലിയ സംസാരിക്കാൻ കഴിവൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ആരും പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. ആൻഡ് എനിക്കൊരു POC ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കുട്ടിയുടെ പേര് വലിയ എനിക്ക് അറിഞ്ഞുകൂടാ, എന്തൊരു വായ്പാത്ത പേരാണ്. ബട്ട് പാവം കൊച്ചാണ്, അലാവഹ. കാരണം ഇപ്പോൾ ഒരു ഐ തിങ്ക് ഒരു 3 or 4 months ആയിട്ട് ഞങ്ങൾ കണക്ഷൻ ഉണ്ട്. ഒരു 4 months നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. വീട്ടിലൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു. പിന്നെ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകുന്നതിന് അവർക്കും ടെൻഷനുണ്ട്, എനിക്കും ടെൻഷനുണ്ട്. അത് വേറെ കാര്യം, നല്ല രീതിയുണ്ട്. എന്നിട്ടും ലൈക്ക് എൻ്റെ എല്ലാ ഒരു സിറ്റുവേഷനിലും ആ കുട്ടി മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച്. പേരെനിക്കറിയില്ല ഇപ്പോഴും. ഓക്കെ. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇപ്പോഴും എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. എന്തായി ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട് ഒപ്പം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് കാണാം. ബൈ തരാം. അപ്പോൾ ഞാൻ അങ്ങനെ പോവാണ് ഗൈസ്. ഞാൻ റെഡിയായി. ബൈ. എയർപോർട്ട് എത്തിയിട്ട് കാണാം. നിറച്ച ആളായതുകൊണ്ട് ഞാൻ ഇൻട്രോവേർട്ടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ വയ്യ. ആൾക്കാരുടെ മുന്നിൽ വീഡിയോ എടുക്കാൻ മാത്രമുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. സോ ഞാനവിടെ കുറച്ചധികം നേരം ഇരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാം നോക്കി കണ്ടു, അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ കുറേ നേരത്തിന് ശേഷം ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. കാരണം ഭയങ്കര ആഗ്രഹമായിരുന്നു വിൻഡോ സീറ്റ് കിട്ടണമെന്ന്, ഈ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി. എല്ലാവരും ഇങ്ങനെ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടേ ഉള്ളൂ. സോ വിൻഡോ സീറ്റ് തന്നെ കിട്ടി. പിന്നെ എൻ്റെ തൊട്ട് ബാഗിലൊരു കുരിപ്പുണ്ടായിരുന്നു. നല്ല ഒച്ചപ്പാടും ബഹളമായിരുന്നു. കൊച്ചി ടു ഡൽഹി ഫുള്ള് കരച്ചിലായിരുന്നു, ബഹളമായിരുന്നു. പോട്ടെ. അങ്ങനെ ഇതായിരുന്നു എൻ്റെ വ്യൂ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എയർ ഇന്ത്യ ആയിരുന്നു ഞാൻ പോയത്. ഫ്ലൈറ്റ് എല്ലാം നൈസായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര കമ്പനിയായി. ഞങ്ങൾ ഭയങ്കര ഡൽഹി വരെ കഥ പറയുമായിരുന്നു. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. അഡ്ജസ്റ്റബിൾ ഫുഡ്. പിന്നെ രാവിലെ ആയപ്പോൾ നൈസായിരുന്നു വ്യൂ. രാവിലത്തെ വ്യൂ അടിപൊളിയായിരുന്നു. ആ സൺറൈസ് ഓപ്പോസിറ്റ് സൈഡായിരുന്നു, പക്ഷേ നല്ല ഭംഗിയായിരുന്നു കാണാൻ. മൊത്തത്തിൽ സ്കൈ ഭയങ്കര ഇഷ്ടമായി. വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറേ നേരം അത് കണ്ടു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ചെറുതുണ്ടായിരുന്നു, അവൻ്റെ അടുത്ത് ഫുൾ കമ്പനി അടിച്ച് അങ്ങനെ ഡൽഹി എത്തി. അങ്ങനെ ഡൽഹിയിലെ ബോർഡിങ് കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറാൻ പോണു അമൃത്സറിലേക്ക്. ഇവിടെ കുറച്ച് ശോകമായിരുന്നു. കൊച്ചി പോലല്ല, എന്താ പറയുക, ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അങ്ങോട്ട്. അവർക്ക് ഒട്ടും സർവീസ് എത്തിയിട്ട് പോരാ. അമൃത്സറെത്തി അവരെന്നെ പിക്കാവുന്നു. അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്കിന് ഇതൊക്കെ പാടെ കണ്ടിട്ട് എൻ്റെ കിളി പോയി. എൻ്റെ ഫ്ലെക്സൊക്കെ എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹാപ്പിയായി. ഇതായിരുന്നു എൻ്റെ വ്യൂ റൂമിൽ നിന്ന്. പിന്നെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്രയും നല്ല വെൽക്കം കിട്ടുന്നത്. ഭയങ്കര ഹാപ്പി. എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പറയണ്ടേന്ന്. അങ്ങനെ ഞാൻ റൂമെത്തി. ഇതാണ് എൻ്റെ റൂം. ആൻഡ് അവിടെ ഞാൻ എത്തിയപ്പോൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് എനിക്കൊരു ഹാമ്പർ ഉണ്ടായിരുന്നു. ആ ഹാമ്പറിൽ എൻ്റെ പേര്, വെൽക്കം, സ്പീക്കർ എന്നൊക്കെ പറഞ്ഞ് വലിയ കോട്ടൊക്കെ ഉണ്ടായിരുന്നു. അറിഞ്ഞുകൂടാ, മൊത്തത്തിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഭയങ്കര ഹാപ്പിയാണ്. ഇതാണ് ഇവിടെ എത്തുന്നിടം വരെ. ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോ കാണാം.